ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുമിത്രയുടെ മുന്നിൽ അടിപതറം നിൽക്കുകയാണ് രഞ്ജിത. പക്ഷെ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. സുമിത്രയുടെ മുന്നിൽ തോറ്റു കൊടുത്താൽ താൻ മരിച്ചതിന് തുല്യമാണെന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന രഞ്ജിതയ്ക്ക് സുമിത്രയുടെ മുന്നിൽ പതറാതെ നിൽക്കാനും ആ മുഖത്തൊരു ഭാവവ്യത്യാസം പോലും ഇല്ലാതെ നിൽക്കാനും വളരെ കഷ്ടപ്പാടാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ സുമിത്രയുടെ മുന്നിൽ തടി തപ്പി രക്ഷപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വക്കീലിനെ കണ്ടതും ഒളിച്ചും മറച്ചും നമ്മുടെ സുമിത്രയുടെ മുന്നിൽ തെറ്റുകാരിയല്ലെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന രഞ്ജിതയെ പൊളിച്ചടുക്കിക്കൊണ്ട് അത് സുധേവൻ വക്കീൽ തന്നെയായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും എൻ്റെ മുന്നിൽ നീ കള്ളം പറയണ്ടെന്നുള്ള കാര്യങ്ങളും സുമിത്ര പറയാം. സുമിത്ര അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രഞ്ജിത പിന്നെ ഓ ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് ഇങ്ങനെ ഗോഷ്ഠികൾ കാണിക്കുന്നു. അതായത് സുമിത്രയെ പുച്ഛിക്കുന്നു. അപ്പം ഇപ്പം നീ രക്ഷപ്പെട്ടു, തൽക്കാലത്തേക്ക് നീ രക്ഷപ്പെട്ടു രഞ്ജിതേ, പക്ഷെ നീ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യവും പറഞ്ഞ് സുമിത്ര അങ്ങ് പോണു. സുമിത്ര അതും പറഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആശാത്തിക്ക് ഒരു ടെൻഷനൊക്കെ ആയി. കാരണം കൈവിട്ട് പോയി കാര്യങ്ങൾ എന്നറിയാവുന്നത് കൊണ്ട് അങ്ങനെ ടെൻഷൻ അടിച്ച് പുള്ളിക്കാരി ഇങ്ങനെ നിൽക്കുക. ഒരു രീതിയിലും സുമിത്രയ്ക്ക് പിടി കൊടുക്കരുതെന്ന്. സുമിത്രയ്ക്ക് സംശയമുണ്ടെന്ന് സുമിത്ര പറഞ്ഞത് പുള്ളിക്കാരിയുടെ മെമ്മറിയിൽ അങ്ങ് ലോഡായി. കാരണം സുമിത്രയ്ക്ക് അതീവ ബുദ്ധിശാലിയാണെന്നുള്ള കാര്യം ആശാത്തിക്ക് അറിയാം. അങ്ങനെ രഞ്ജിത പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞ് അമ്മയും മോളും കൂടി നേരെ പോകുന്നത് മകളുടെ വീട്ടിലേക്ക്, അതായത് ശീതളിൻ്റെ വീട്ടിലേക്ക്. നാളുകളായുള്ള നമ്മുടെ സുമിത്രയുടെ ആഗ്രഹമാണ് ശീതളിൻ്റെ വീട്ടിൽ പോകണം എന്നുള്ളത്. എന്തായാലും ഇത്തവണ അത് സാധ്യമാക്കി കൊടുത്തു ശീതൾ. അങ്ങനെ ശീതളാണെങ്കിൽ കഴുത്തേ കൂടെ പുതപ്പൊക്കെ പുതച്ചു മൂടിയാണ് അങ്ങനെ അമ്മയ്ക്ക് അരികിലേക്ക് വന്നത്. അപ്പം ചോദിച്ചപ്പോൾ സുഖമില്ലെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ മകളും അമ്മയും കൂടി വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ എന്താ, വീടൊക്കെ നല്ല അടിപൊളി വീട്, വലിയ വീട്, സെറ്റപ്പ് വീട്. അപ്പം മോളുടെ ആ ഒരു അവസ്ഥയൊക്കെ നല്ല അടിപൊളിയായിരിക്കും എന്നൊക്കെ നമ്മുടെ സുമിത്ര അങ്ങ് വിചാരിക്കുന്നു. മോള് നല്ല നിലയിലാണ് ജീവിക്കുന്നത്, മോൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സുമിത്രയ്ക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ സുമിത്രയും ശീതളും കൂടി കയറി ചെന്നു. അമ്മയും മകളും കൂടെ വീട്ടിലിരിക്കുന്നു. കയറി ചെന്നത് അമ്മയെ വിളിച്ചിരുത്തി അമ്മയോട് ഇരിക്കാൻ പറഞ്ഞ് മോള് അമ്മയ്ക്ക് ചായയൊക്കെ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് മോളോട് അമ്മ പറഞ്ഞു, ചായ ഒന്നും എടുക്കണ്ട, എൻ്റെ മോളിവിടെ ഇരിക്കാം, അമ്മ കുറച്ച് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മകളെ വിളിച്ചായിട്ട് തിരുത്തി. അങ്ങനെ അമ്മയും മോളും കൂടെ സംസാരിക്കുക, പിന്നെ വിശേഷങ്ങളൊക്കെ പറയുന്നു. അതുപോലെ വീട്ടിലുള്ളവരെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ മോൾക്കൊരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. മോൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണെന്നും പറഞ്ഞുകൊണ്ട് ബാഗിൽ നിന്നും കുറേ കുപ്പിവളകൾ എടുത്ത് ശീതളിൻ്റെ കൈകളിലേക്ക് കൊടുത്തു. അങ്ങനെ ശീതളിൻ്റെ കൈകളിലേക്ക് കൊടുത്തപ്പോൾ ശീതളിന് ഭയങ്കര സന്തോഷം. അമ്മ കുപ്പിവളയൊക്കെ കൊടുത്തല്ലോ, ഇതൊക്കെ എന്തിനാ അമ്മയെ വാങ്ങിയതെന്ന് ചോദിച്ചപ്പം എൻ്റെ മോളുടെ ആഗ്രഹത്തിന് അമ്മയുടെ കൈകളിൽ തരാൻ ഇപ്പം ഇതേ ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ശീതളുമായിട്ട് നമ്മുടെ സുമിത്ര സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, വിശേഷങ്ങളൊക്കെ പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ വളയൊക്കെ കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ ശീതൾ ഇങ്ങനെ വാതോരാതെ അമ്മയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കാം. അപ്പോൾ മകളുടെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്കും ഒത്തിരി സന്തോഷമായിട്ടോ. അപ്പോൾ മകൾ സന്തോഷവതിയാണ്. അപ്പോൾ താൻ പേടിച്ചതുപോലെ അല്ലെങ്കിൽ താൻ ചിന്തിച്ചതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ശീതളിന് ജീവിതത്തിൽ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി നമ്മുടെ സുമിത്രയ്ക്ക്. അങ്ങനെ സുമിത്ര സന്തോഷവതിയായിട്ട് ഇരിക്കുന്നു. ഇവർ തമ്മിൽ സന്തോഷത്തോടെ ആ വീട്ടിലിരുന്ന് സംസാരിക്കുന്നു. ആ സമയത്താണ് നമ്മുടെ പൂജ ഇങ്ങനെ നമ്മുടെ അപ്പുവിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ സമയത്ത് പങ്കജ് പൂജ എവിടെ പോയി എന്നറിയാനായിട്ട് പൂജയുടെ പിന്നാലെ വരിക. അങ്ങനെ വന്ന് പൂജയുടെ അടുത്ത് വരെ എത്തി. എന്നിട്ട് പൂജ ഇങ്ങനെ ഒറ്റപ്പെട്ട് അവിടെ നിൽക്കുന്നു. അതുവരെ അപ്പു എത്തിയിട്ടില്ല. അപ്പോൾ അപ്പു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പു ദേ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്താണല്ലോ. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പങ്കജ് ഇങ്ങനെ വന്ന് പൂജയെ തന്നെ നോക്കി നിൽക്കുക. ഇവളിത് ആരെയും നോക്കി നിൽക്കുന്നത്? ഇവളെന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നത്? ഇവൾ ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുകയാണല്ലോ, ആരെ കാത്ത് നിൽക്കുകയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അപ്പു അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അപ്പു വന്നിട്ട് ഇങ്ങനെ പൂജയെ മൊത്തത്തിൽ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. പാവം പൂജ ഇതൊന്നും അന്നേരം കാണുന്നില്ല. പൂജയ്ക്ക് അറിയത്തുമില്ല ഇവനിങ്ങനെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ഇവള് ആരെ കാണാൻ നിൽക്കുക? ഏതായാലും മണിക്കൂർ ഇത്ര ആയി, കാത്തു നിൽക്കുന്നത് ആരായിരുന്നാലും അവർ വന്നില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും പങ്കജിന് പോവേണ്ടതായ ഒരു ആവശ്യം വന്നു. ഇനിയും പൂജയെ കാത്തു നിൽക്കുന്നത് അത് അബദ്ധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പങ്കജ് അവിടെ നിന്ന് പോകുക. എന്തായാലും പങ്കജ് പോകാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്തിനാണ് നമ്മുടെ പൂജ അവിടെ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ അപ്പു അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പു ഇങ്ങനെ നടന്ന് അവിടുന്ന് വരുന്നു, പങ്കജ് ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ രണ്ടുപേരും ഇവിടുന്നും കൂടെ വരുന്ന സമയത്ത് യാദർശികമായിട്ട് രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടി. അപ്പോൾ അപ്പുവിന് അറിയില്ല ഇത് പങ്കജാണെന്നും പങ്കജിന് അറിയില്ല ഇത് അപ്പുവാണെന്നും. പങ്കജ് നിലത്ത് നോക്കിക്കൊണ്ട് വരുന്നു, അപ്പു ആണെങ്കിൽ പൂജ എവിടെ നിൽക്കുന്നതെന്ന് ചുറ്റിനും നോക്കിക്കൊണ്ട് വരുന്നു. എന്തായാലും ഒരു കൂട്ടിമുട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പങ്കജ് സോറി പറയാനും അപ്പു സോറി പറയാനും തിരിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും
പരസ്പരം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരുടെ മുഖത്തെ ആ ചിരി അതങ്ങ് മാഞ്ഞു. അപ്പോൾ തന്നെ പങ്കജിന് മനസ്സിലായി ഇവനെ കാണാനായിരിക്കും പൂജ നിൽക്കുന്നതെന്ന്. അപ്പോഴേക്കും ഇവനെ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പുവിന്. എന്താണ് കാരണം എന്ന് പോലും ഒന്നും ചിന്തിക്കാതെ ഇവനെന്തിനാ പൂജയുള്ളിടത്ത് വന്നത് എന്നുള്ള രീതിയിൽ അപ്പു ചിന്തിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും പരസ്പരം കണ്ടിട്ട് ഒന്ന് രണ്ടും പറഞ്ഞ് വാക്ക് ഓർത്തങ്ങ് പോയി. പങ്കജ് അങ്ങ് പോയി. അപ്പു നേരെ പൂജക്കരികിലേക്കും വന്നു. പൂജക്കരികിലേക്ക് വന്നിട്ട് തൻ്റെ ഉള്ളിലെ അമർഷം മുഴുവൻ ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് ആ ഒരു ദേഷ്യം മുഴുവൻ മുഖത്ത് ഭാവിച്ചുകൊണ്ടാണ് നമ്മുടെ അപ്പു പൂജയ്ക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത്. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. അങ്ങനെ അപ്പു വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പങ്കജ് ഫോണിൽ പൂജയെ വിളിച്ചു. നീ ഇതെവിടെയാ എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച്. അപ്പോൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യമായിട്ട് ഒരിടം വരെ വന്നതാണെന്നും എനിക്കൊരാളെ കാണാനുണ്ടെന്നും പങ്കജേട്ടൻ അങ്ങ് പൊയ്ക്കോ, പങ്കജേട്ടൻ വീട്ടിലോട്ട് പൊയ്ക്കോ, ഞാൻ വർക്ക് തീർത്തോളാം എന്നൊക്കെ പറഞ്ഞ് പൂജ അങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ഈ പൂജ പങ്കജിനെ വിളിക്കുന്നതൊന്നും അപ്പുവിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പു ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പൂജയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവൻ്റെ ഫോൺ കട്ട് ചെയ്തിട്ട് പൂജയുമായിട്ട് അപ്പു സംസാരിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും നീ ഒരു ഫ്രീ അല്ലല്ലേ, അല്ലെങ്കിൽ നിനക്ക് എന്നോടൊന്നും സംസാരിക്കാൻ പോലുമുള്ള സമയമില്ല, ടൈമില്ലല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ നമ്മുടെ അപ്പു ഭയങ്കര ഗൗരവപരമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, എന്നോട് എന്തിനാ ഇങ്ങനെ അകലം കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്താണ് പ്രശ്നമെന്നൊന്നും നിനക്ക് അറിയില്ലല്ലേ എന്ന് അപ്പു ചോദിക്കുക. അപ്പു ചോദിക്കുന്നതിനെല്ലാം കൺവിൻസിങ് ആയിട്ടുള്ള മറുപടി പൂജ കൊടുക്കുന്നുണ്ടെങ്കിലും അപ്പുവിൻ്റെ ദേഷ്യം അതങ്ങ് പോകുന്നില്ല. അങ്ങനെ ഇവർ സംസാരിച്ച് നടന്ന് കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നടക്കുന്നുണ്ട്. അങ്ങനെ അപ്പുവിൻ്റെ ദേഷ്യം മാറാതെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു നമ്മുടെ പൂജ. അത് ചോദിച്ചപ്പം അപ്പോൾ ഒന്നും മിണ്ടില്ല. അപ്പോൾ അങ്ങ് തിരിഞ്ഞു നിന്നപ്പോൾ അപ്പുവിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ അപ്പുവേട്ടനെ വേണം, എനിക്ക് എൻ്റെ പഴയ അപ്പുവേട്ടനെ വേണം. അപ്പുവേട്ടൻ ഇങ്ങനെ എന്നോട് ദേഷ്യം കാണിക്കരുത്, ചെയ്തതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അപ്പുവേട്ടനോട് ക്ഷമ പറയാം, അപ്പുവേട്ടൻ്റെ കാല് പിടിച്ച് ഞാൻ ക്ഷമ പറയാം. പക്ഷേ അപ്പുവേട്ടൻ എന്നെ വെറുക്കരുത്, അല്ലെങ്കിൽ അപ്പുവേട്ടൻ എന്നോട് ദേഷ്യം കാണിക്കരുത്, എന്നിൽ നിന്ന് അകന്നു പോകരുത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൂജ പറയുമ്പോഴും അപ്പു ഇങ്ങനെ ഗൗരവപരമായിട്ട് തന്നെ നിൽക്കുന്നു. പിന്നെ അപ്പുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ വലിയൊരു അണക്കെട്ട്, ആ കെട്ടിവെച്ചിരുന്ന അണക്കെട്ട് മുഴുവൻ നമ്മുടെ അപ്പു അങ്ങ് ഒറ്റയടിക്ക് തുറന്നങ്ങ് വിട്ടു. പിന്നെ അവിടെ ഒരു പ്രളയം തന്നെയായിരുന്നു. പൂജയുമായിട്ട് ആ ഒരു പങ്കജിനുള്ള ഒരു ബന്ധം, അതിനെ ചൊല്ലി നമ്മുടെ അപ്പു ഇനി പറയാനൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ആയി പോയതെന്നുള്ളതിൻ്റെ കാരണങ്ങൾ സഹിതം പൂജയ്ക്ക് മുന്നിൽ വിശദീകരിക്കുക. ഇതൊക്കെ കേട്ട് പൂജ അമ്പരപ്പോട് കൂടി നിൽക്കുക. അപ്പുവിൻ്റെ മനസ്സിൽ ഇത്രയും വലിയൊരു കനലുണ്ടെന്നുള്ളത് പൂജ ഇപ്പോഴാണ് അറിയുന്നത്. മാത്രമല്ല ഇവർ തമ്മിൽ സംസാരിക്കുമ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും കാര്യങ്ങളും, അതുപോലെ പറയേണ്ട കാര്യങ്ങൾ പോലും പറയാതെ അങ്ങനെ രണ്ടുപേരും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണല്ലോ ഇത്രയും വലിയ കാര്യങ്ങളായി മാറിയത്. അങ്ങനെ ആ ഒരു സംഭവം ഇവർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ സുമിത്രയും മകളും തമ്മിൽ സുമിത്രയും മകളും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത്രയും നേരമായില്ലേ അമ്മ വന്നിട്ട്, അമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും തരണ്ടേ എന്നുള്ളൊരിതിൽ മകള് സുമിത്രയ്ക്ക് ഫുഡൊക്കെ എടുത്ത് വെച്ച് അമ്മയെ കഴിക്കാനായിട്ട് വിളിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സുമിത്ര ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ മകളോട് സംസാരിക്കുക കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അമ്മയ്ക്ക് ഭക്ഷണം എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ പൂജ എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കഴുത്തിൽ വട്ടമിട്ടിരുന്ന ആ ഷോള് പെട്ടെന്ന് കുറച്ചങ്ങ് മാറിയപ്പോൾ സുമിത്ര നോക്കുമ്പോൾ മകളുടെ കഴുത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നഖം കൊണ്ട് വലിച്ച് കീറിയ പാട്, ഈ സൈഡിൽ ഇങ്ങനെ കീറി വെച്ചിരിക്കുന്ന പാട്, അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര ഞെട്ടി. മോളെ ഇത് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ നിന്റെ കഴുത്തിൽ എന്താ പറ്റിയതെന്ന് ചോദിച്ചു. സുമിത്ര വേഗം തന്നെ എഴുന്നേറ്റ് കഴുത്തെ തൊട്ട് നോക്കാൻ തുടങ്ങിയപ്പോഴേക്കും മോള് കൈയൊക്കെ വെടിയിപ്പിച്ചിട്ട് ഇതിങ്ങനെ മൂടി വെക്കാനായിട്ട് നോക്കുക. മോളെ നിനക്ക് എന്താ പറ്റിയത്, എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു അമ്മ. അപ്പോഴത്തേക്കും കിടന്ന് ബപ്പപ്പ വയ്ക്കുക മോള്, കാരണം അമ്മയോട് എന്ത് പറയും. അത് പിന്നെ മോളുടെ കൈ കൊണ്ടതാണെന്ന് പറഞ്ഞപ്പം എന്നോട് നീ കള്ളം പറയണ്ടെന്ന് സുമിത്ര പറയും. നിനക്ക് എന്താ പറ്റിയത്, നീ പറയാൻ പറഞ്ഞു. അങ്ങനെ മകളുടെ ദുരന്തം മാക്സിമം മോൾ അമ്മയെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചതാണ്. പക്ഷേ അത് ഒരുപാട് നാളൊന്നും മൂടി വയ്ക്കാൻ കഴിയില്ലെന്ന് ഇന്നത്തെ ആ ഒരു ദിവസം കൊണ്ട് എന്തായാലും വ്യക്തമായി. ഇനിയിപ്പോൾ സുമിത്രയുടെ ചോദ്യങ്ങൾക്ക് ശീതള മറുപടി കൊടുത്തേ പറ്റൂ. ശീതളൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം എന്താണെന്ന് അത് ശീതള സുമിത്രയോട് പറഞ്ഞേ പറ്റൂ. അപ്പോൾ അങ്ങനെ അമ്മ ഇതിനുള്ളൊരു തീരുമാനം കണ്ടെത്തേണ്ട സാഹചര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അവിടെ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ സുമിത്ര പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് രഞ്ജിത്ത് ഇങ്ങനെ തല പുകഞ്ഞ് നടക്കുക. ഇനിയിപ്പോൾ സുമിത്രയെ തകർക്കണം, അല്ലെങ്കിൽ സുമിത്രയെ തീർക്കണം, അതിനുള്ളൊരു സൊല്യൂഷൻ അത് എങ്ങനെ എവിടെ വിചാരിച്ചാൽ ഏത് വഴിക്ക് പോയാൽ കിട്ടും. അതൊക്കെയാണ് ഈ പറയുന്ന നമ്മുടെ രഞ്ജിതയുടെ ചിന്തയും കാര്യങ്ങളും ഒക്കെ. ഈ സമയത്ത് നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ പുതിയ ഗവേഷണങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു. കാരണം
പരമശിവത്തെ കണ്ടു, അതും ദീപുവിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടു. ഇനിയിപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ ഇവർ തമ്മിൽ എന്താണ് ബന്ധം, ഇതൊക്കെ നമ്മുടെ സരസ്വതി അമ്മ ഇനി കിള്ളിച്ചകയാനായിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും അതങ്ങനെ നടക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന സാഹചര്യം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സിദ്ധുവിനെ അപായപ്പെടുത്തിയിരിക്കുന്നത് പരമശിവമാണെന്നും അങ്ങനെ ഓരോരുത്തരെയും അപായപ്പെടുത്തിയിരിക്കുന്നത് ആരൊക്കെയാണെന്നും അല്ലെങ്കിൽ ഓരോരുത്തർക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിലെ കഥകളിൽ വ്യക്തമായി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.